ഹായ് നമസ്കാരം. ഞങ്ങൾ ഇന്ന് ലൈവല്ലല്ലോ വീഡിയോയിൽ വന്നത് പറഞ്ഞാൽ കുറച്ച് 2-3 ദിവസമായിട്ട് ഒരു പയ്യൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. അവൻ്റെ പേര് ഞങ്ങളോട് പറഞ്ഞ ശ്രേയസ് എന്നാണ്. പക്ഷേ അവൻ്റെ പേര് നോക്കുമ്പോൾ ആദർശ് എന്നാണ് തോന്നുന്നു. അവൻ ഏത് നാട്ടുകാരെന്നറിയില്ല. അവൻ ഞങ്ങളോട് പറഞ്ഞ കോഴിക്കോട് വടകര എന്നാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസമായി. ഭാര്യ ടീച്ചറാണ്. അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നെന്ന് പറയുന്നത്. അവൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്. ഇത് ഞങ്ങൾ സംസാരിക്കുന്നത്. അതൊരു പെൺകുട്ടിയുടെ നമ്പർ അവൻ തന്നു. എന്തിനാ അറിയാം, ഞങ്ങളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഒരു പയ്യൻ ആദർശ് പറഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ ഞങ്ങളുടെ വീടും പരിസരവും ഒന്ന് കാണിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഒരു വയസ്സായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഒരു പയ്യൻ. വേണ്ട, ഒരു വയസ്സായ ആൾക്കാരെ ഒരു പയ്യൻ, അത് മനസ്സിലാക്കണം. ഇവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഞങ്ങൾ വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് കേട്ടോ. മകൻ പൈസ വന്നാൽ അത് ചിലവിന് വന്ന പൈസയിൽ നിന്ന് വെച്ച് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി ഓരോ സാധനം ഇറക്കിയിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. ഇതൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞതാണെങ്കിലും കുറേ ഇതിൽ വന്നതാണെങ്കിലും ഇത് കണ്ട, ഇതിലൊക്കെ പാമ്പ് ചില സമയം ഭാഗ്യമുണ്ടോ കാണും കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞത് ആദർശ് എന്നാണ്. അവൻ ആദർശാണോ അത് പിന്നെ ശ്രേയസാണോ? അല്ല, ശ്രേയസ് എന്ന് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ആദർശ് എന്നാണ് അവൻ്റെ പേര്. അല്ല, ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്കെതിരെ അവൻ പറയാണ് പിന്നെ ED അന്വേഷണം നടത്തണം, പിന്നെ ആര് ഇൻകം ടാക്സ് വരണം. ഇത് ഞങ്ങൾ അടുക്കളയാണ് കേട്ടോ. ഇൻകം ടാക്സ് വരണം, ED അന്വേഷണം നടത്തണം. പിന്നെ ഞങ്ങൾ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനാണ്. ഇത് വൈഫാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാ നിന്റെ പേര് ശ്രേയസ്, നിന്റെ പേര് ശ്രേയസ്, നീ ആദർശ് നായരാണ്. എനിക്ക് സത്യം ചെയ്യാൻ ഇവൻ പറയുന്നതാണ്. വീഡിയോ ഇറക്കിയിട്ടുണ്ട്, സത്യം ചെയ്യണം. നിന്റെ നമ്പറും വെച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഇറക്കുന്നത്. പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ അത്രേ പറയുന്നല്ലോ. അതിനപ്പുറം ഇവൻ പറയുന്നത് പറഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ എന്താ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞങ്ങൾ വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ. അത് തറ കെട്ടിയിട്ട് വർഷങ്ങളോളായി. ഞങ്ങൾ ഒരു കൂര എങ്ങനെ കെട്ടണം, ഈ ഇതിൽ താമസിക്കുന്ന 2 വയസ്സായവരോട് ഒരുത്തൻ പറയുന്ന വാക്കാണ് വർഗീയ പരാമർശം. ഒരു പയ്യനാണ് കേട്ടോ, ഒരു പയ്യനാണ്. ഇതിന് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഞങ്ങൾ ആദ്യം കേസ് കൊടുക്കാൻ പോയി. കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ വീഡിയോ നിങ്ങളിത് കേൾക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾ ഇതാണ് കേട്ടോ സൈഡ്. ഇവൻ പറഞ്ഞ് കോടികൾ ഞങ്ങൾ കോടിയുണ്ട്, ശരി തന്നെ, കോടികളുണ്ട്. അത് പറയാൻ ആദരവ് വീട്ടിയ കോടികളുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പയ്യൻ ചോദിക്കുന്നത് നിങ്ങൾ പള്ളിയിൽ പോയിക്കൂടെയെന്ന്. അങ്ങനെയാണോ ഒരു പയ്യൻ ചോദിക്കുന്നത്? ആണോ? നിങ്ങൾ പറ. ഒരു പയ്യൻ പറയേണ്ട വാക്കാണത്. ഇവൻ ഞങ്ങളോട് പറഞ്ഞ വടകര അല്ലേ? നിങ്ങൾ പറ. ഞങ്ങൾ പള്ളിയിൽ പോകണോ അല്ല അമ്പലത്തിൽ പോകണോ? അത് ഓരോരാളെ ഇതല്ലേ. ഒരു ക്രിസ്ത്യൻസിന് ഒരു മുസ്ലിംസിന് സ്നേഹത്തോടെ സംസാരിച്ചാൽ എന്താ പ്രശ്നം? ഒരു വർഗീയ പരാമർശം, അതും ഈ പ്രായമില്ല ഞങ്ങളാ. ഒന്ന് ആലോചിച്ചേക്കെ. അത്താഴ പ്രശ്നിക്കാരെ ഇവൻ പറഞ്ഞത്. ഞങ്ങൾ ഒരാളോട് ഒരു 100 രൂപ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൈ നീട്ടുന്നു. ഞങ്ങളൊരു ജോലിയായി ലൈവ് ഇരുന്നിട്ട് ഇവൻ ഓരോ പേരും പറഞ്ഞിട്ട് വന്നിട്ട് വല്ലാതെ അധിക്ഷേപിക്കായിരുന്നു. എന്നിട്ടാണ് ഇവൻ നമ്മളെ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഇതുപോലുള്ള പരാമർശം, അത് മാത്രമല്ല വധഭീഷണി വരെ ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇവൻ പറയാണ് ആരുടെയും കൈ കൊണ്ട് തീരും രണ്ടെന്ന്. അങ്ങനെ പറയാം. മാത്രമല്ല നമ്മൾ ഇങ്ങനെ എല്ലാരോടും പഞ്ഞം പറഞ്ഞിട്ട് എന്നെ അവന് ആരോടെങ്കിലും പഞ്ഞം പറഞ്ഞു. നിങ്ങൾ എത്ര പേര് കണ്ടു വീഡിയോ? ഞങ്ങൾ ലൈവിൽ ഇരുന്നിട്ട് ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാ, എന്തെങ്കിലും ഞങ്ങൾ ചോദിച്ചാ, ഇവൻ എന്താ വിഷയം എന്ന് പറയുന്നത്? ഇവൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത്
നിങ്ങൾ ഹിന്ദുക്കൾക്ക് എന്നാലും ഇവൻ വന്നിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കാം ഒരു മെമ്പർഷിപ്പ് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവൻ പറഞ്ഞ ഒരു മര്യാദയുണ്ട് അല്ലേ? ഒരു മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത ഇവൻ ഈ ശബ്ദം കേട്ടുമ്പോൾ നിങ്ങൾക്ക് ഏത് നാട്ടുകാരാണെന്ന് തോന്നുന്നു, കൂടുതൽ പറയുന്നില്ല. ഇവൻ്റെ നമ്പർ ഇവൻ എന്നിട്ട് ഇവൻ പറഞ്ഞു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആരെ ഇറക്കി പറയുമ്പോൾ ആദർശ് പാലക്കാടിലെ ഒരു യൂട്യൂബറാണ് നിങ്ങൾ വീഡിയോ ഇറക്കിയിട്ടില്ലേ, നിങ്ങൾ ഇഷ്ടംമാതിരി നിങ്ങൾ പൈസയുണ്ട്, നിങ്ങൾ ചുമ്മാ പിന്നെ വീട് കാണിക്കുന്നത് നിലത്തിരുന്നിട്ട് ലൈവ് ചെയ്യുന്നത് ചുമ്മാ എന്നൊക്കെ ഇവൻ പറഞ്ഞു. ആ വീഡിയോ താന്ന് പറഞ്ഞാൽ ഇവൻ തരുന്നില്ല. അന്നേരമാണ് പിന്നെ ഇവൻ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പിന്നെ നമ്പർ തരുന്നത്. അത് ഇവൻ്റെ ആരാന്ന്, ഇവൻ്റെ ശത്രുവാണോ ഇവൻ്റെ മിത്രമാണോ, അതല്ലാണ്ട് ഇവൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പെൺകുട്ടിയാണോ ഒന്നും നമുക്കറിയില്ല. ആ നമ്പർ വെക്കണം എന്ന് വിചാരിച്ച് അത് നമ്പർ വെക്കാൻ നിർവാഹം. ചില സമയം നമ്പർ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവനിട്ട് പൊങ്കാല ചെയ്യും. ഇങ്ങനെ ഒരു വർഗീയവാദി കേരളത്തിൽ വരാൻ പാടില്ല. അതും ഒരു പയ്യനാണ്. ഇവൻ്റെ വയസ്സ് 28 വയസ്സെന്നാണ് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്കേ. അത് മാത്രമല്ല ഒന്ന് പറയാനുള്ളത്, എനിക്ക് എന്നെയാണ് അവന് കണ്ടുകൂടെന്ന് പറയുന്നത്. ഞാൻ എല്ലാരോടും പഞ്ഞം പറഞ്ഞ് പൈസ മേടിക്കുന്നെന്ന്. അല്ല, പഞ്ഞം പറഞ്ഞിട്ടല്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവൻ ബാഡ് കമന്റ് എല്ലാവർക്കും. വേറൊരാള് വിളിച്ചു, ആ വിളിച്ച ആളോട് ഇവൻ പറഞ്ഞത് അയാളല്ല, ഇവളെ വിളിച്ചിട്ട് അമ്മയെ അങ്ങനെ ഇങ്ങനെ വിളിച്ച്. പിന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞ ഡയലോഗെല്ലാം അപ്പൊ കൂടുതൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഞങ്ങൾ അധിക്ഷേപിക്കുന്ന ഒരൊറ്റ ഇത്രയും കാലത്തിനിടക്ക് ഇത്രയും ചാനലും വ്യാലും എല്ലാം വന്നിട്ടും ഒരാളും ആക്ഷേപിക്കാത്ത ഞാൻ ആളാണ് ഇവൻ. വന്നിട്ട് പിന്നെ ഇവൻ അധിക്ഷേപിച്ച ഒരു കാര്യം എന്തെന്നറിയോ, ഇതുങ്ങൾ രണ്ടും വെറും ഉടായിപ്പന്മാരാണ്. ഇതുങ്ങളെ മക്കള് ഞങ്ങളെ മക്കള് നമ്മളെ നോക്കുന്നുണ്ടോ ഇല്ലേന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ലേലോ. ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ട് ഞങ്ങളൊരു ചാനൽ തുടങ്ങി. എപ്പോഴും മക്കളോട് കൈനീട്ടണ്ടല്ലോ. ഇപ്പൊ ഞങ്ങള് എന്നാ ജീവിക്കുന്നുണ്ട്, എങ്ങനെയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അത് ഈ പ്രായം ചെന്നവരെ വിടുകയല്ലേ വേണ്ടേ? കാരണം അങ്ങനെയല്ലേ ചെയ്യും. കിട്ടുന്നുണ്ടോ അറിയില്ല. ഒരു പാവപ്പെട്ടവരാന്ന് രണ്ടുപേരും. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പം ഞങ്ങള് തറ കണ്ടോ, ഈ തറ കെട്ടിയിട്ട് വർഷങ്ങളോളം വേണ്ട വർഷങ്ങളോളം. അപ്പോൾ ഈ തറ പോലും ഞങ്ങൾക്ക് ഒന്ന് ഈ പുല്ല് പറിക്കാൻ വരെ മനസ്സില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേ പിന്നെ വീട് കെട്ടാൻ പോകുന്നു ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കുറേ സമയം 7-8 മിനിറ്റ് ആയി. അപ്പോൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക, ഇത് ആരാണെന്ന് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇവൻ ഇന്ന് ഞങ്ങൾ ചെയ്ത ഇവൻ നാളെ നിങ്ങളെയും ചെയ്യും. അതുകൊണ്ടാണ് വയസ്സായ ഞങ്ങൾ ചെയ്തവരാ. ഇവൻ നാളെ കുഞ്ഞുങ്ങളെ എല്ലാരും ലൈവ് ഇരുന്നിട്ട് ഞാൻ പച്ചപിടിച്ച് പോയി. ഒന്നുകൂടി പറയുന്നു, ഈ നമ്മളെ പോലുള്ള കുട്ടികളും എന്നെ പോലത്തെ ഉള്ളവരും ഇരിക്കുന്ന എന്തിനറിയോ, എന്തെങ്കിലും ഇതിന്നൊരു വരുമാനം കിട്ടിയ പിള്ളേര് നേർക്കുന്ന ഒരു വരുമാനം കിട്ടിയ ഈ വീട് ഞങ്ങൾക്ക് ഒന്ന് പണി തീർത്താം. പിന്നെ പിള്ളേര് വിചാരിക്കുന്ന എന്താ പറയുക, ഞങ്ങളെ ഭർത്താക്കന്മാരെ സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ പിള്ളേര് ലൈവ് ഇരിക്കുന്നത്. ഞങ്ങൾ ഒത്തിരി അനുഭവമില്ലവരാ. അവർ വിചാരിക്കുന്നേ എൻ്റെ കുട്ടികളെ അച്ഛനെ ഇച്ചിരി സഹായിക്കാലോ എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും എല്ലാ പിള്ളേരും വിളിക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ. അതിന്റെ ഇടയിൽ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ ഹിന്ദു ആണോ അല്ലെങ്കിൽ ജൈന മതക്കാരനോ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കള്, അവര് അച്ഛൻ അമ്മയെന്ന് വിളിക്കുന്നു, ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പേര് വിളിക്കുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങനെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ കോലം കെട്ടും. 3 ദിവസമായി ഞങ്ങൾ ശരിക്കും ആഹാരം കഴിക്കാതെ. ഇന്നലെ ഒരാൾ വിളിച്ചപ്പോൾ അവൻ ഞാൻ മാപ്പ് പറയാം, അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറയും. പക്ഷേ ഇതുപോലെ വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇറക്കാൻ കാരണം. ഇവൻ്റെ നമ്പർ തൽക്കാലം വെക്കുന്നില്ല. എന്തെങ്കിലും ഇനിയും ദ്രോഹിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഇറക്കാം കേട്ടോ. ഏതായാലും കേസിൻ്റെ വഴിക്ക് പോട്ടെ, ഇത് ഇങ്ങനെയും പോട്ടെ കേട്ടോ. അപ്പോൾ ടാറ്റ, ഒരുപാട് സന്തോഷം, സ്നേഹം. ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ ഞങ്ങൾ ഇത് സങ്കടം കൊണ്ട് ചെയ്തു. കാരണം ഞങ്ങളെ മോൻ്റെ പ്രായം ഉണ്ടോ, ഒരു എന്താ പറയാ ഇതിനല്ലോ 3 ദിവസം ഒരു ദിവസമല്ല 3 ദിവസം ഞങ്ങള് വിട്ടതാ. വെറുതെ ഒരു നുണ പറയാ, ഞങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കി എന്നൊക്കെ പറഞ്ഞു ഒരുപാട്. പിന്നെ ഇല്ലത് ആകെ കൂടെ ഇല്ല വിഷമം എന്തെന്ന് വെച്ചാൽ ചാനലിൽ ഞങ്ങളെ ലൈവില് വന്നിട്ട് വളരെ മോശപ്പെട്ട കമന്റ്, എന്താ പറയാ, സഹിക്കാൻ പറ്റാതെ വളരെ മോശപ്പെട്ട കമന്റ് ആയിരുന്നു ഇവൻ ഇട്ടത്. അത് പല പേരില്. ഇന്നും അവൻ വേറൊരാളോട് പറയാണ്, നിങ്ങൾക്ക് അവരെ അറിയോ, നിങ്ങൾ കണ്ടോ, അവർക്ക് ആസ്തി ഉണ്ട്, വരട്ടെ വീഡിയോ
ഈടി വന്നാ നമുക്ക് കൈപ്പൂർപ്പ് ഞങ്ങൾ തന്നിട്ട് ക്ഷണിക്കുകയാണ് ഈടി ആയാലും രാഷ്ട്രീയക്കാരായാലും എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വന്ന് കാണണം, ഞങ്ങളെ ജീവിതം കാണണം കേട്ടോ. കാണണം. എന്നിട്ട് ഞങ്ങൾ ആ ഈടിയോ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ കേട്ടോ. തീരുമാനിക്കും. ഒക്കെ ഇവനൊക്കെ നിങ്ങൾക്ക് എന്ത് വിട്ടേരും. ചെയ്യണം ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒന്നും ചെയ്യണ്ട. പക്ഷെ ഇവനുള്ളത് ഇനി ഒരാളെ ദ്രോഹിക്കരുത്. ദ്രോഹിക്കരുത്, അത്രേ ഇവനെ ഉള്ളൂ. നീ ദ്രോഹിക്കരുത്, പാവങ്ങളെ ദ്രോഹിക്കരുത്. ദ്രോഹിക്കരുത്. നമുക്ക് ഇവനൊക്കെ അവനെ ഇവന്റെ കയ്യിലൊക്കെ ഇഷ്ടംമാരി ഉണ്ടാവും. ഉണ്ടാവും, പാവങ്ങളെ കോടികളുണ്ടാവും, കാണുമ്പോൾ ഇവന് ഒരു പുച്ഛങ്ങളുണ്ടാവും. പുച്ഛങ്ങളുണ്ടാവും. നമ്മളെ പോലത്തെ പാവങ്ങളെ ആ. കാണുമ്പോൾ പുച്ഛങ്ങളുണ്ടാവും. ആ അത് അവന്റെ ഇത്. അല്ല അവനെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഇവരൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നെന്നോ എന്നായിരിക്കും എൻ്റെ ചിന്ത. പക്ഷെ എന്താ പറയുക, ഞങ്ങൾ ആരോട് യൂട്യൂബ് മാമൻ തരുന്ന ആ ഒരു വരുമാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരവൻ അപ്പൊ ഇത് എഡിറ്റ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ചെയ്യും. ഇടുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ സമയത്ര 4 മണി 4 മണിയല്ല 4:50 ഉണ്ടോ, 4:50 കണ്ടില്ല, 4:50. ഞങ്ങൾ ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചില്ല. കഴിക്കാൻ മനസ്സില്ല, ഉണ്ടാക്കാൻ പോലും ഞങ്ങൾക്ക് മനസ്സില്ല. അത്രക്ക് ഞാനത് കാണിക്കാൻ വിട്ട്, അത്രക്ക് ടെൻഷനും കാര്യങ്ങളാണ്. രാവിലെ ഉണ്ടാക്കിയത് ഇന്നലത്തെ പഴങ്കഞ്ഞി ലേശം അച്ചാറും കൂട്ടി കഴിച്ച്. അത്രക്ക് സങ്കടമാണ്. കാരണം ഒരു പയ്യനാന്ന് ഞങ്ങളോട് ഇത് കാര്യം പറഞ്ഞു. അപ്പോൾ അധികം നീട്ടുന്നില്ല. ഓക്കെ മക്കൾ, ഓക്കെ എല്ലാവരോടും സ്നേഹം സ്നേഹം മാത്രം കേട്ടോ. ഞാൻ കട്ടാക്കാൻ പോവാം.